ഞാൻ പറയാൻ പോകുന്നത് പാരലൽ ആക്സിസ് തിയറമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചത് അത് ഞാൻ ഒന്നുകൂടെ പാരലൽ ആക്സിസ് തിയറം പറഞ്ഞു തരികയാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ് ഞാനത് ഒന്നുകൂടെ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ പാരലൽ ആക്സിസ് തിയറത്തിൽ നമ്മളൊരു ഇറഗുലർ ബോഡി എടുക്കുകയാണ് വെച്ചാൽ നിശ്ചിത ഷേപ്പൊന്നുമില്ല, ഒരു ഫിക്സഡ് ഷേപ്പൊന്നുമില്ല, ഏതെങ്കിലും ഷേപ്പിലുള്ള ഒരു ഇറഗുലർ ബോഡി എടുക്കുകയാണ്. എന്നിട്ട് ഞാൻ അതൊരു ആക്സിസ് വരയ്ക്കുവാണ്, ഏതെങ്കിലും ഒരു ആക്സിസ് വരയ്ക്കുവാണ്. ഇതൊരു ആക്സിസ് കേട്ടോ. എനിക്ക് വേണ്ടത് ഈ ആക്സിസിലുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കണം. ഈ ബോഡിയുടെ ഈ ആക്സിസിനെ അടിസ്ഥാനമാക്കിയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കണം. അപ്പോൾ ആ ആക്സിസിനെ അടിസ്ഥാനമാക്കിയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയ്ക്ക് തൽക്കാലം ഐ എന്ന് കൊടുക്കാം. അപ്പോൾ എന്തൊക്കെ ഞാൻ എടുത്തു? ഞാനൊരു ഇറഗുലർ ബോഡി എടുത്തു കേട്ടോ. ഇതിനൊരു നിശ്ചിത ഷേപ്പൊന്നും ഇല്ല, ഒരു ഇറഗുലർ ബോഡി എടുത്തു. എന്നിട്ട് അതിലൊരു ആക്സിസ് വരച്ചു. എങ്ങനെയെങ്കിലും ഒരു ആക്സിസ് വരയ്ക്കുക കേട്ടോ, അതിന് പ്രത്യേകിച്ച് റൂളൊന്നുമില്ല. ഒരു ആക്സിസ് വരച്ചു. ആ ആക്സിസിനെ അടിസ്ഥാനമാക്കിയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയ്ക്ക് ഐ എന്ന് കൊടുത്തു. അപ്പോൾ എൻ്റെ ആവശ്യം ഈ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കണം. ഈ ആക്സിസിനെ അടിസ്ഥാനമാക്കിയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കണം. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് ദിസ് ആക്സിസ് വേണം എനിക്ക് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. അത് കണ്ടുപിടിക്കാനായിട്ട് അടുത്തതായിട്ട് ചെയ്യുന്നത് ഈ ബോഡിയുടെ സെൻറ്റർ ഓഫ് മാസ് മാർക്ക് ചെയ്യും. സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുമ്പോൾ ഏകദേശം അത് മിഡിലായിട്ട്, ഏകദേശം നടുക്കായിട്ട് വരും. നമുക്കൊരു പൊസിഷൻ അറിയാമല്ലോ, ബാലൻസ് ചെയ്യുന്നൊരു പൊസിഷൻ. അപ്പോൾ ഏകദേശം സെൻറ്റർ ഓഫ് മാസ് നടുക്കായിട്ട് വരും. എന്നിട്ട് അവിടെ ഞാൻ സെൻറ്റർ ഓഫ് മാസ് CM എന്ന് മാർക്ക് ചെയ്തു. സെൻറ്റർ ഓഫ് മാസിനെ CM എന്ന് മാർക്ക് ചെയ്തു. ഇനി എടുക്കേണ്ടത് മറ്റൊരു ആക്സിസ് എടുക്കണം. മറ്റൊരു ആക്സിസ് എടുക്കുമ്പം അതിൻ്റെ കണ്ടീഷനുണ്ട്. നമ്മൾ എടുക്കുന്ന ആക്സിസ് പാരലൽ ആക്സിസുമായിരിക്കണം, സെൻറ്റർ ഓഫ് മാസിൽ കൂടെ കടന്നു പോവുകയും വേണം. അപ്പം നമ്മൾ ഇനി വേറൊരു ആക്സിസ് എടുക്കാൻ പോവുകയാണ്. അത് നമുക്ക് തോന്നുന്ന ആക്സിസ് എടുക്കാൻ പറ്റത്തില്ല. നമ്മൾ എടുക്കുന്ന ആക്സിസ് എന്തായിരിക്കണം? ഈ ആക്സിസിന് പാരലലുമായിരിക്കണം, സെൻറ്റർ ഓഫ് മാസിൽ കൂടെ എന്തും ചെയ്യണം, കടന്നും പോകണം കേട്ടോ. അപ്പോൾ കണ്ടീഷനുണ്ട്. നമ്മൾ എടുക്കുന്ന ആക്സിസ് ഈ റെഡ് കളറിൽ വരച്ചിരിക്കുന്ന ആക്സിസിന് എന്തായിരിക്കണം? പാരലലായിരിക്കണം. പാരലലായി മാത്രം പോരാ, ഏതിൽ കൂടെ കടന്നു പോവുകയും വേണം, സെൻറ്റർ ഓഫ് മാസിൽ കൂടെ കടന്നു പോവുകയും വേണം. അപ്പോൾ ഞാൻ സെൻറ്റർ ഓഫ് മാസിൽ കൂടെ കടന്നു പോകുന്ന ഒരു പാരലൽ അല്ലേ, സെൻറ്റർ ഓഫ് മാസിൽ കൂടെ കടന്നു പോകുന്ന ഒരു പാരലൽ ആക്സിസ് എടുത്തു. അപ്പോൾ ഇപ്പോൾ എടുത്ത ഈ ബ്ലൂ കളർ എടുത്ത ആക്സിസ് എങ്ങനെയുള്ള ആക്സിസാണ്? പാരലൽ ആക്സിസ് പാസിങ് ത്രൂ ദ സെൻറ്റർ ഓഫ് മാസ്. നമ്മൾ ആദ്യം എടുത്ത ആക്സിസിന് പാരലലും സെൻറ്റർ ഓഫ് മാസിൽ കൂടെ കടന്നു പോകുന്നതുമായ ഒരു ആക്സിസാണ് ഞാൻ ഇപ്പോൾ എടുത്തത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എടുത്ത ആക്സിൻ്റെ പ്രത്യേകത എന്താണ്? ഇതൊരു പാരലൽ ആക്സിസ് ആണ്, ഏതിൽ കൂടെ കടന്നു പോകുന്നുണ്ട്? സെൻറ്റർ ഓഫ് മാസിൽ കൂടെ കടന്നു പോകുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി ചെയ്യാൻ പോകുന്നത് ഈ ആക്സിസിനെ ഇപ്പോൾ വരച്ച ബ്ലൂ കളറിൽ വരച്ച എന്ന് വെച്ചാൽ ഈ പാരലൽ ആക്സിസ് പാസിങ് ത്രൂ ദ സെൻറ്റർ ഓഫ് മാസ്. ഈ ആക്സിൻ്റെ പേരെന്താണ്? പാരലൽ ആക്സിസ് പാസിംഗ് ത്രൂ ദ സെൻറ്റർ ഓഫ് മാസ്. ഈ ആക്സിസിനെ അടിസ്ഥാനമാക്കിയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയ്ക്ക് തൽക്കാലം നമുക്ക് ICM എന്ന് കൊടുക്കാം. ICM എന്ന് കൊടുക്കാം. തിരിച്ചറിയാം, ഇതിന് I എന്ന് കൊടുത്തില്ലേ, അപ്പോൾ ഇതിന് I എന്ന് കൊടുക്കേണ്ട സഫിക്സ് ആയിട്ട് എന്തുകൂടെ കൊടുക്കാം? ഒരു CM കൂടെ കൊടുക്കാം. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് എ പാരലൽ ആക്സിസ് പാസിംഗ് ത്രൂ ദ സെൻറ്റർ ഓഫ് മാസ്. അപ്പോൾ ഇത് ICM എന്ന് പറഞ്ഞാൽ എന്താണ്? മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് എ parallel axis passing through the center of mass. Moment of inertia about a parallel axis passing through the center of mass എടുത്തു. ഇനി അടുത്ത ചെയ്യണത് ഈ രണ്ട് ആക്സിസിനും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ്, ഈ രണ്ട് ആക്സിസിൻ്റെയും ഇടയ്ക്കുള്ള ഈ രണ്ട് പാരലൽ ആക്സിസിനും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസിന് നമുക്ക് ഞാൻ എന്ത് കൊടുത്തു? സ്മോൾ ലെറ്റർ A എന്ന് കൊടുത്തു. അപ്പോൾ എന്തൊക്കെ നമ്മൾ ചെയ്തു? ആദ്യം നമ്മളൊരു ബോഡി എടുത്തു അല്ലേ, അതിലൊരു ആക്സിസ് വരച്ചു, ഈ റെഡ് കളറിൽ വരച്ചിരിക്കുന്നത്. നമ്മുടെ ആവശ്യം ഈ ആക്സിസിനെ അടിസ്ഥാനമാക്കിയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കണം. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് ദിസ് ആക്സിസ്, ഈ ആക്സിസിനെ അടിസ്ഥാനമാക്കിയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കണം. അത് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ്. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ മറ്റൊരു ആക്സിസ് എടുത്തു. ആ ആക്സിസിന് പ്രത്യേകതയുണ്ട്. അതൊരു പാരലൽ ആക്സിസ് ആയിരിക്കണം, പാസിംഗ് ത്രൂ ദ സെൻറ്റർ ഓഫ് മാസ്. അത് ആദ്യം എടുത്ത ആക്സിസിന് പാരലലുമായിരിക്കണം, ഏതിൽ കൂടെ കടന്നു പോവുകയും വേണം, സെൻറ്റർ ഓഫ് മാസിൽ കൂടെ കടന്നു പോവുകയും വേണം കേട്ടോ. അപ്പോൾ ആ ആക്സിസിനെ അടിസ്ഥാനമാക്കിയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയ്ക്ക് എന്ത് കൊടുത്തു? ICM എന്ന് കൊടുത്തു. തിരിച്ചറിയാൻ വേണ്ടി സെൻറ്റർ ഓഫ് മാസിൽ കൂടെ പോകുന്ന ആക്സിസ് ആണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് സഫിക്സ് ആയിട്ട് CM കൊടുത്തത്. ഇനി രണ്ട് ആക്സിസിനും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസിന് A എന്ന് കൊടുത്തു. ഇത്രയും അറിയാമെങ്കിൽ നമുക്ക് ഈ I കണ്ടുപിടിക്കാം കേട്ടോ. I എന്ന് പറഞ്ഞാൽ എന്താണ്? മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് ആൻ ആക്സിസ്. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ ബോഡി എബൌട്ട് ആൻ ആക്സിസ് ഈസ് ഈക്വൽ ടു ദ, നമ്മൾ എന്തെഴുതും? നമ്മൾ നേരത്തെ എഴുതി വെച്ചിരിക്കുന്ന ഏതെഴുതും? മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് ദ, ഏതെടുക്കും? മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് എ പാരലൽ ആക്സിസ് പാസിംഗ് ത്രൂ ദ സെൻറ്റർ ഓഫ് മാസ് എഴുതി കേട്ടോ.
ഇതെന്താണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് എ പാരലൽ ആക്സിസ് പാസിങ് ത്രൂ ദ സെൻറ്റർ ഓഫ് മാസ്. അതിൻ്റെ കൂടെ നമ്മൾ ഈ ബോഡിയുടെ മാസിൻ്റെയും ഈ ബോഡിയുടെ മാസിൻ്റെയും 2 ആക്സിസിനും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ, 2 ആക്സിസിൻ്റെയും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ അവ രണ്ടും കൂടെ ഗുണിക്കണം. അതിൻ്റെ കൂടെ പ്രോഡക്റ്റ്, എന്തിൻ്റെയൊക്കെ പ്രോഡക്റ്റ് എടുത്ത് മാസ്, ആ ബോഡിയുടെ മാസ് 2 ആക്സിസിനും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ ഇവയുടെ ഗുണനഫലം എടുത്തു. ഇതെന്ന് പറഞ്ഞാൽ എന്തിൻ്റെയൊക്കെ ഗുണഫലമാണ്? ഈ എടുത്തത് എന്തിൻ്റെയൊക്കെ ഗുണഫലമാണ്? ഏതിൻ്റെ ഗുണഫലമാണ്? ബോഡിയുടെ മാസ് 2 ആക്സിസിനും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ ഇവയുടെ ഗുണനഫലം. അതും കൂടെ ഇതിൻ്റെ കൂടെ കൂട്ടണം, ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കിട്ടും. അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് ആൻ ആക്സിസ്, ഒരു ആക്സിസിനെ അടിസ്ഥാനമാക്കിയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എങ്ങനെ നമുക്ക് കിട്ടി? എന്തൊക്കെ നമ്മൾ കൂട്ടി, എന്തൊക്കെ നമ്മൾ സം ചെയ്തു? മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് എ പാരലൽ ആക്സിസ് പാസിംഗ് ത്രൂ ദ സെൻറ്റർ ഓഫ് മാസ്, അതിൻ്റെ കൂടെ എന്ത് കൂട്ടി? ആ ബോഡിയുടെ മാസ് 2 ആക്സിസിനും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ, അതിൻ്റെ ഗുണനഫലം, അത് രണ്ടും കൂടെ ഗുണിച്ചു. അതും കൂടെ ഇതിൻ്റെ കൂടെ കൂട്ടി. ഇതാണ് പാരലൽ ആക്സിസ് തിയറം. അപ്പോൾ എന്താണ് പാരലൽ ആക്സിസ് തിയറം? എന്താ പാരലൽ ആക്സിസ് തിയറം? ഒരു ബോഡിയുടെ ഏതെങ്കിലും ഒരു ആക്സിസിനെ, ഒരു ആക്സിസ് ഓഫ് റൊട്ടേഷനെ അടിസ്ഥാനമാക്കിയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് മാസിൽ കൂടി കടന്നു പോകുന്ന ഒരു പാരലൽ ആക്സിസിനെ അടിസ്ഥാനമാക്കിയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെയും ആ ബോഡിയുടെ മാസ് 2 ആക്സിസിനും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ ഇവയുടെ ഗുണനഫലത്തിൻ്റെയും ആകെ തുകയാണ്. അല്ലേ? ഏതിൻ്റെയൊക്കെ തുകയാണ്? ആ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് എ പാരലൽ ആക്സിസ് പാസിംഗ് ത്രൂ ദ സെൻറ്റർ ഓഫ് മാസ്, അതിൻ്റെയും സെൻറ്റർ ഓഫ് മാസിൽ കൂടി കടന്നു പോകുന്ന ഒരു പാരലൽ ആക്സിസിനെ അടിസ്ഥാനമാക്കിയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെയും ആ ബോഡിയുടെ മാസ് 2 ആക്സിസിനും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ എന്നിവയുടെ ഗുണനഫലം എടുത്തല്ലേ, ആ ഗുണനഫലത്തിൻ്റെയും ആകെ തുകയാണ്. ഇതാണ് പാരലൽ ആക്സിസ് തിയറം. ഓക്കെ.